നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണേ. കേരള പളനി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പേര് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയും കേട്ടോ. അപ്പോൾ കേരളത്തിലെ പളനി എന്നാണ് പൊതുവെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കൗതുകത്തോടു കൂടിയാണ് കേട്ടോ ഈ യാത്ര. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഇത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള ഒളമറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇതാണ് 500 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത്രയും പൊക്കത്തിൽ തന്നെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. അവിടേക്ക് കയറി പോകുന്ന ഒരു വഴിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാനിവിടെ വന്ന് നമ്മൾ കയറി പോകുന്ന റോഡ് ഇവിടം തൊട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതൊരു കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുവാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പാറയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഒരു കോൺക്രീറ്റ് വഴിയാണ് കയറി പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ചെന്ന സമയം എന്ന് പറയുന്നത് ഒരു 3:30-4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ ഈ ഒരു പടിക്കെട്ട്, അതായത് ഇച്ചിരി കുത്തനെയുള്ള കയറ്റമാണ്. അപ്പോൾ കുത്തനെയുള്ള കയറ്റം പോവാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതേ ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ അവിടെ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് കയറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുവാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റെപ്പ് വഴിയും കയറി പോവാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ആ ഒരു സ്റ്റെപ്പൊക്കെ കയറി ഇതേൻ്റെ നമ്മുടെ കേരള പളനി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് മുന്നിലെത്തിയിട്ട് ഭയങ്കര ഒരു സന്തോഷവും എന്നെ പറഞ്ഞു. കുറേ നാളായിട്ട് ഞാനിവിടെ നിന്ന് വരണമെന്ന് വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് സൈഡ് ഇതാട്ടോ. ഈ ഒരു സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ക്ഷേത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും മനസ്സിനൊരു എനർജിയും കാര്യങ്ങളും ഒക്കെ തോന്നും കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു അമ്പലമാണ്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പണ്ട് വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ഇവിടെ വന്നെന്നും അവരിവിടെ വിശ്രമിച്ചുവെന്നും അങ്ങനെ ഇവിടെ കുറേ കല്ലുകളൊക്കെ കൂട്ടി അടുപ്പുണ്ടാക്കി ഭക്ഷണം പാചകം ചെയ്ത് അവർ ജീവിച്ചു എന്നും കുറച്ച് നാൾ ഇവിടെ ജീവിച്ചു എന്നും ഒക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. പഞ്ചപാണ്ഡവർ വന്ന് താമസിച്ച പാറ എന്ന് ഉള്ളതൊരു ഐതിഹ്യവും കൂടി ഈ ഒരു ക്ഷേത്രത്തിന് പ്രത്യേകതയുണ്ട്. അതുപോലെ തൊടുപുഴ നഗരത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഭയങ്കര ഒരു വ്യൂ കാഴ്ചയായിട്ട് നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചില ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും കാര്യങ്ങളുമുള്ള ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള പാറയിൽ നിന്ന് ചില നീരുറവകൾ ഒഴുകുമെന്നും അത് രോഗശമനത്തിനായിട്ട് ഭക്തജനങ്ങൾ ഇവിടുന്ന് ശേഖരിച്ചു കൊണ്ട് പോവാറുണ്ടെന്നും പറയുന്നു. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉറവപ്പാറ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ജലം നമ്മൾ ശേഖരിക്കേണ്ടത് കൈകൊണ്ട് ശേഖരിക്കാൻ പാടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തുളസി ഇലയോ കൂവിളത്തിലയോ ഒക്കെ കുമ്പിൾ കൂട്ടി വേണം ആ തീർത്ഥജലം ശേഖരിക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഉപ്പും കുരുമുളകും സമർപ്പിക്കലാണ്. നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും ഇവിടെ സമർപ്പിക്കുന്നത് ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ്. ആ ചടങ്ങ് നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ ക്ഷേത്രത്തിന് അടുത്തൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആദിവാസികൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മൂപ്പൻ ഒരിക്കൽ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത വിധം കുറച്ച് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹം മയങ്ങി വീഴുകയും അങ്ങനെ ഉറവപ്പാറ ദേവനെ വിളിച്ച് മറ്റുള്ളവർ പ്രാർത്ഥിച്ച് ഉപ്പും കുരുമുളകും ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മൂപ്പൻ്റെ അസുഖം മാറിയതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് ഉപ്പും കുരുമുളകും ഇവിടെ സമർപ്പിക്കാറുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
തമിഴ്നാട് ബോർഡറിൽ ഒക്കെ കാണുന്നത് മാതിരിയുള്ള ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ കോവിലുകളെ അനുസ്മരിപ്പിക്കും വിധമാണ് ഈ ഒരു കോവിലിൻ്റെ നിർമ്മിതിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടത്തെ പ്രധാന ഉത്സവത്തിൻ്റെ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്ന ഒരു അസാമാന്യ തിരക്ക് അനുഭവപ്പെടുന്ന ആ ഒരു സമയത്ത് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേരള പളനി എന്നറിയപ്പെടുന്ന ഉറവപ്പാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൊടുപുഴയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും നല്ലൊരു വ്യൂ കാഴ്ച നമുക്കിവിടെ നിന്നാൽ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സൈഡ് ഭാഗം മുഴുവൻ അഗാധമായ കൊക്കയാണ്. ഒരു സൈഡ് ഫുള്ള് പാറയും മറു സൈഡ് അഗാധമായ കൊക്കയും ഉള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മുൻവശത്ത് വലത് സൈഡിലായിട്ട് തന്നെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഇത്. ഭയങ്കര പരിശുദ്ധിയോടു കൂടിയാണ് ഈ ഒരു കുളം അവർ സംരക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് മത്സ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ ഇറങ്ങാനോ ഈ കുളത്തിൽ മറ്റ് കാര്യങ്ങൾ, അതായത് വാ കഴുകി തുപ്പാനോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മനുഷ്യൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യനേത്രങ്ങൾക്കും അപ്പുറത്തുള്ള ഒരുപാട് ആത്മാക്കളുടെ ആലയം കൂടിയാണ് ഈ ക്ഷേത്രക്കുളം എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഇറങ്ങി ഒരുപാട് ആഴമുണ്ട്. അപ്പോൾ അതിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുളത്തിൽ ഇറങ്ങരുത്. ആ കുളത്തിൽ വെള്ളത്തിൽ കയ്യോ കാലോ മുഖമോ ഒന്നും കഴുകരുത് എന്നൊക്കെയാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു കുളം എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയായിട്ട് സൂക്ഷിച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ ഇത് കണ്ടോ, രണ്ട് സൈഡും അഗാധമായിട്ടുള്ള കൊക്കയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് വ്യൂ കാഴ്ചകൾ തൊടുപുഴയുടെ ഭാഗങ്ങളും പരിസരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ കാഴ്ചകളാണ് നമ്മൾ ഇത്രയും കണ്ടത്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് മറ്റൊരു കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ള, അതായത് പഞ്ചപാണ്ഡവരെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ഇന്ന് ഭീമസേനൻ അടുപ്പ് കൂട്ടിയ സ്ഥലം എന്ന് കരുതപ്പെടുന്നത്. ഇതിന് റൈറ്റ് സൈഡിലുള്ള വലിയ നീണ്ടു നൂർന്ന പാറയാണ്. ഈ സൈഡിൽ കൂടെ പോകുന്ന ഈ ഒരു വഴിയാണ് അങ്ങോട്ടേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴേക്ക് അഗാധമായി കൊക്കയാണ് കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കമ്പി വേലിയൊക്കെ ഇട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പുറകു വശം എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തെ കാഴ്ചകളാണ് കേട്ടോ. കോവിലിൻ്റെ പിറകുവശമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല രസമാണ് കേട്ടോ നമുക്കിത് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. സൈഡിൽ അഗാധമായ കൊക്കയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, ഇങ്ങനെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു വലിയ ടാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് ഭീമസേനൻ കാൽപാദം പതിഞ്ഞ തീർത്ഥക്കുളം എന്ന് പറയുന്നത്. 500 അടി ഉയരത്തിലുള്ള ഈ ഒരു ഉറവപ്പാറ ക്ഷേത്രത്തെ ധന്യമാക്കുന്നത് അങ്ങ് കാണുന്ന ആ 5 കല്ലുകളാണ്. അവിടെയാണ് ഭീമസേനൻ എങ്ങനെ ഞാൻ പാറയുടെ മണ്ടയിൽ ആ 5 കല്ലുകൾ വന്നു എന്നുള്ളത് അത്ഭുതമായി നിലകൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കല്ല് ആണ് അവരടുപ്പ് കൂട്ടി പാചകം ചെയ്തത് എന്നൊക്കെ പറയുന്നത്. ഭീമസേനനാണ് ആ കല്ലെടുത്ത് വെച്ച് അവിടെ അടുപ്പ് കൂട്ടിയതെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും പോകേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് തിരിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു വ്ളോഗൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരുപാട് ആഗ്രഹിച്ച് വന്ന് അങ്ങനെ പഞ്ചപാണ്ഡവരുടെ കാൽപാദം പതിഞ്ഞ ബാലസുബ്രഹ്മണ്യൻ്റെ മനോഹരമായ സ്നേഹം തുളുമ്പുന്ന ഉറവപ്പാറ മണ്ണിനോട് നമുക്ക് യാത്ര പറയാം. ഈ ഒരു വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ.